Motion of a charged particle in a magnetic field. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് F=QVB sin θ ആണ്. ഇനി അതിന്റെ രണ്ട് കേസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ തീറ്റ 0 ഡിഗ്രിയോ 180 ഡിഗ്രിയോ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ചാർജ് ഈസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് പാരലൽ ഓർ ആന്റി പാരലൽ. അപ്പോൾ F=QVB sin 0. sin 0യുടെ വാല്യൂ 0 ആണല്ലോ. അപ്പോൾ F എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ sin 180യും 0 ആണ്. അപ്പോൾ പാരലായിട്ടോ ആന്റി പാരലായിട്ടോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ ഫോഴ്സ് 0 ആയിരിക്കും. Thus there is no magnetic force on the charge and the charge moves undeflected. ഇനി രണ്ടാമത്തെ കേസാണ് അവിടെ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ. അപ്പോൾ തീറ്റ 90 ഡിഗ്രി എന്ന സൈൻ 91 മാക്സിമം വാല്യൂലാണ്. അപ്പോൾ മാക്സിമം ഫോഴ്സ് അവിടെ അനുഭവപ്പെടും. ദാറ്റ് ഈസ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് F=QVB sin 90. ദാറ്റ് ഈസ് F=QVB. The perpendicular force F=QVB acts as a centripetal force and produces a circular motion perpendicular to the magnetic field. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്താൽ അവിടെ ഒരു ഫോഴ്സ് F=QVB അനുഭവപ്പെടുകയും അങ്ങനെ ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയും ചെയ്യും. The particle will describe a circle if V and B are perpendicular to each other. ഇപ്പോൾ വിയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്തപ്പോൾ ഈ പറഞ്ഞ കണക്ക് അത് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതാണ്. അതിൻ്റെ റേഡിയസ് ആണ് ഇവിടെ R കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഓരോ പോയിന്റിലും F എന്ന് പറയുന്നത് അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. V എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ മൂന്നാമത്തെ കേസാണ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിക്ക് 90 ഡിഗ്രിക്ക് ഇടയ്ക്കാണെങ്കിൽ. ദാറ്റ് ഈസ് വെൻ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് at an arbitrary angle theta with the field direction it undergoes helical path. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ സർക്കുലർ പാത്തിൽ കറങ്ങുന്നത് നമ്മൾ കണ്ടു. പാരലായിട്ടോ ആന്റി പാരലൽ ആയിട്ടോ ആണെങ്കിൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കടന്നു പോകും. ഇനി ഇതിനിടയിലുള്ള 0ക്കും 90 ഡിഗ്രിക്കും ഇടയിലുള്ള ഒരു ആംഗിളിലാണ് ഈ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതെന്ത് സംഭവിക്കും? അതിന് രണ്ട് വെലോസിറ്റി കമ്പോണന്റ് വരും. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ, മറ്റേത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ ഇത് എന്താണ് ഫോഴ്സ് മൂലം അത് സർക്കുലർ പാത്തിൽ കറങ്ങും. അതേസമയം പാരലായിട്ടൊരു വെലോസിറ്റി കമ്പോണന്റ് ഉണ്ട്. അപ്പൊ അത് അവിടെ തന്നെ നിന്ന് കറങ്ങാൻ പറ്റത്തില്ല, അത് മുന്നോട്ട് നീങ്ങും. അങ്ങനെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹെലിക്കൽ പാത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. From here the velocity has one component along magnetic field and the other component perpendicular to B. The motion in the direction of field is unaffected by magnetic field as the magnetic force is 0. The motion in a plane perpendicular to B is circular, thereby producing a helical motion. ഇങ്ങനെ ഹെലിക്കൽ പാത്തിലേക്ക് കറങ്ങിക്കൊണ്ടേയിരിക്കും. The distance moved along the magnetic field in one rotation is called pitch. അപ്പോൾ ഒരു 1 കംപ്ലീറ്റ് റൊട്ടേഷനിടയിൽ ഈ പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അല്പം ഡിസ്റ്റൻസ് മൂവ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ അത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ അതിന് വിളിക്കുന്ന പേരാണ് പിച്ച്. Distance moved along the magnetic field in one rotation. അപ്പോൾ pitch is equal to parallel component of velocity into time period. പാരലൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അറിയാമെങ്കിൽ ടൈം പീരീഡ് നമുക്കറിയാലോ. സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോൾ QB/2πm ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പിച്ച് കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ പോളാർ റീജിയൻസിൽ, അതായത് നോർത്തേൺ കാനഡയിലൊക്കെ ചില സമയങ്ങളിൽ രാത്രിയിൽ സ്കൈ എന്ന് പറയുന്നത് ഗ്രീൻ പിങ്ക് ലൈറ്റ് ഡാൻസ് ചെയ്യുന്ന പോലെ ഒരു അപ്പിയറൻസ് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും. അപ്പൊ അതിന് കാരണം ഈ പറഞ്ഞ കണക്ക് എന്താണ്, സണ്ണിൽ നിന്ന് വരുന്ന ചില അയോൺസ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ, പോളാർ റീജിയനിലെ അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ആകുമ്പോൾ അവിടെയുള്ള ഹൈഡ്രജനെയും നൈട്രജനെയും അത് അയണൈസ് ചെയ്യും. അപ്പൊ അത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹെലിക്കൽ പാത്തിലൂടെ അത് കറങ്ങും. അപ്പൊ നോക്കുമ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് ആണ് അത് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്രീൻ കളറിൽ ഓക്സിജൻ അയോൺസും പിങ്ക് കളറിൽ നൈട്രജൻ അയോൺസും കാണും. അപ്പൊ വളരെ എന്താണ് ഒരു നല്ല ഒരു ഫ്ലാഷസ് ഓഫ് ലൈറ്റ് പോലെ നല്ലൊരു
ലുക്കായിരിക്കും ആകാശത്ത് കാണുന്നത്. ഇതിനെ അറോറ ബോറിയാലിസ് എന്നാണ് ഫിസിക്സിൽ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ കണ്ടു, ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അതാണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് F=Q × V × B. അപ്പം അവിടെ നമ്മൾ പഠിച്ചു അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സ് FB എന്ന് പറയുന്നത് Q × V × B ആണ്. V × B. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പം ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായാലാണ് അവിടെ വർക്ക് മാക്സിമം. കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് F.S ആണ്, അല്ലെങ്കിൽ Fs cos θ ആണ്. അപ്പം രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വരികയാണെങ്കിലാണ് മാക്സിമം വർക്ക്. മാക്സിമം പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വന്നാൽ, അവിടെ θ 90 ഡിഗ്രി വന്നാൽ വർക്ക് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് വർക്കൊന്നും ആ ചാർജ് പാർട്ടിക്കിൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വെലോസിറ്റി എല്ലായ്പ്പോഴും അവിടെ അൺചേഞ്ച്ഡ് ആണ്. ഇനി ഈ ചാർജ് പാർട്ടിക്കിൾ 90 ഡിഗ്രി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ θ 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സ് F=QVB sin 90. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് QVB വരും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ചാർജ് പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FB എന്ന് പറയുന്ന QVB ആണ്. അത് ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ്. അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഈ പാർട്ടിക്കിൾ അവിടെ സർക്കുലാർ പാത്തിൽ അവിടെ നിന്ന് കറങ്ങുകയും ചെയ്യും. അതേസമയം ഒരു പർട്ടിക്കുലർ ആംഗിൾ ചെരിഞ്ഞാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റിക്ക് 2 കമ്പോണൻറ്റ് വരും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും ഒരു വെലോസിറ്റി വരും, അതുപോലെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും വരും. അപ്പോൾ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ മൂലം സർക്കുലാർ പാത്തിൽ നിൽക്കും, പക്ഷേ ആ സെയിം ഡയറക്ഷനിൽ പാരലൽ ആയിട്ടുള്ള ഈ ഡയറക്ഷനിലെ വെലോസിറ്റി മൂലം അത് മുന്നോട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ് അത് ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യുന്നത്. കണ്ട, 2 സിറ്റുവേഷനാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ അത് സർക്കുലാർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഹെലിക്കൽ ഷേപ്പിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ QVB എന്ന് പറയുന്നതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. mv²/r എന്ന് പറയുന്നത് QVB ആണ്. രണ്ട് സൈഡിലെ ഒരു V ക്യാൻസൽ ചെയ്യാം. അപ്പോൾ mv/r = QB. Then R equals റേഡിയസ്, ഈ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് mv/QB. സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പോഴുള്ള റേഡിയസിൻ്റെ ഇക്വേഷനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം V എന്ന് പറയുന്നത് V = R ഒമേഗയാണ്, or ഒമേഗ ഈക്വൽസ് V/R. ഒമേഗ ഈക്വൽസ് V/R ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, mv/QB. mv/QB. Vയും Vയും ക്യാൻസൽ ആകും, QB/m. അതിൽ നിന്ന് നമുക്ക് ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം പീരീഡ് T = 2π/ഒമേഗ. ഒമേഗ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, QB/m. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2πm/QB. ഇതൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ടിയുടെ ഇക്വേഷൻ 2πm/QB, അതുപോലെ ഒമേഗ QB/2πm. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അതുപോലെ ടൈം പീരീഡ് അറിയാമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കാണാമല്ലോ. ഫ്രീക്വൻസി എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് അല്ലേ? അപ്പോൾ QB/2πm. ഇതെല്ലാം പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. അപ്പോൾ ദസ് ഫ്രീക്വൻസി ഓർ പീരീഡ്
രണ്ടും എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനർജി ഓർ വെലോസിറ്റി. വെലോസിറ്റി എന്നുള്ള ടേം ഇതിൽ വരുന്നില്ല, അതുകൊണ്ട് കൈനറ്റിക് എനർജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഇൻ ദ ഡിസൈനിങ് ഓഫ് സൈക്ലോട്രോൺ. അപ്പം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയോ പീരീഡോ വെലോസിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഒരു പ്രിൻസിപ്പിളാണ് സൈക്ലോട്രോണിൻ്റെ ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. മോഷൻ ഇൻ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും കൂടെ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിലാണ്, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിൽ. ചാർജ് മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിൽ. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി ആണ് വി, ഇലക്ട്രിക് ഫീൽഡ് ഇ, മാഗ്നറ്റിക് ഫീൽഡ് ബി. ഇനി ഓരോന്നും വെക്റ്റർ ഫോമിലേക്ക് നമുക്ക് എഴുതണം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഐ ആണല്ലോ. അപ്പോൾ വെലോസിറ്റി വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? വി ഇസിക്കൽ ടു വെക്ടർ ബി ഇസിക്കൽ ടു ഐ ബി. അതുപോലെ തന്നെ വെക്ടർ ബി, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി ഇസിക്കൽ ടു, ബി ഏത് ഡയറക്ഷനിലാണ്? ഇസഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ കെ ഇൻറ്റു ബി. വെക്റ്റർ ഫോമിലേക്ക് എല്ലാം ഒന്ന് എഴുതുക. മാഗ്നിറ്റ്യൂഡിൻ്റെ ടേമിലാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ വെക്റ്റർ ഫോമിലേക്ക് നമ്മൾ മാറ്റിയാണ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് ജെ ക്യാപ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഇ. ഇനി ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ചാർജാണ് അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എഫ് ഇ ഈക്വൽസ് ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ. വെക്റ്റർ ഇ എന്ന് പറയുന്നത് ജെ ഇ ആണ്. ജെ ക്യൂ ഇ. അതേപോലെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ബി, എഫ് ബി ഇസിക്കൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഐ ഇൻറ്റു വി ക്രോസ് കെ ഇൻറ്റു, അവിടെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്ന രണ്ട് വെക്റ്റേഴ്സ്, യൂണിറ്റ് വെക്റ്റേഴ്സ് മാത്രം അവിടെ ഇടുന്നു, വിയും ബിയും പുറത്തേക്ക് എടുക്കുന്നു, ഐ ക്രോസ് കെ. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ ക്രോസ് ജെ. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് ഇതിന് ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ഡയറക്ഷനിൽ, അത് കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കെ ആണ്. അതുപോലെ ജെ ക്രോസ് കെ ആണെങ്കിൽ ഐ, അതുപോലെ കെ ക്രോസ് ഐ ആണെങ്കിൽ, ഇനി ഇത് തിരിച്ചാണെങ്കിൽ മൈനസ് സൈൻ വരും. ഇപ്പം ആദ്യത്തത് ജെ ക്രോസ് ഐ ആണ് മൈനസ് കെ, കെ ക്രോസ് ജെ ആണ് മൈനസ് ഐ. അതുപോലെ ലാസ്റ്റ് വൺ ഐ ക്രോസ് കെ ആണെങ്കിൽ ജെ, മൈനസ് ജെ. അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്ട് ലാസ്റ്റ് വൺ തിരിച്ചിടുന്നതാണല്ലോ ഇവിടെ വരുന്നത്. ഐ ക്രോസ് കെ ആണ്. കെ ക്രോസ് ഐ ജെ ആകുമ്പം ഐ ക്രോസ് കെ മൈനസ് ജെ ആണ്. അത് നമ്മുടെ ഈക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വൽ ടു മൈനസ് ജെ ഇൻറ്റു ക്യൂ വി ബി. അപ്പം നോക്കിക്കേ, നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടി. ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എഫ് ഇ എന്ന് പറയുന്നത് ജെ ക്യൂ ഇ, ജെ ഡയറക്ഷൻ, പോസിറ്റീവ് ജെ ഡയറക്ഷൻ, അതാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് എഫ് ഇ. അതേസമയം എഫ് ബി എന്ന് പറയുന്നത് മൈനസ് ജെ ക്യൂ വി ബി ആണ്, അതാണ് ഇതാണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴേക്കുമാണ്. അപ്പം നമ്മുടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടോട്ടൽ ഫോഴ്സ്, ഇപ്പോൾ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഒരു ചാർജ് മൂവ് ചെയ്യുകയാണ്. അത് രണ്ടും കൂടെ ചേർത്തുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സ് കൂടെ ആഡ് ചെയ്യുന്നതാണ്. എഫ് ഇ പ്ലസ് എഫ് ബി ഇസ് ഈക്വൽ ടു, അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സ് കൂടെ ആഡ് ചെയ്യുന്നു, ജെ ക്യൂ ഇ മൈനസ് ജെ ക്യൂ വി ബി. ഇപ്പം കോമൺ ആയിട്ടുള്ളത് നമ്മൾ പുറത്തെടുത്താൽ ജെ ക്യാപ്പ് പുറത്തെടുക്കാം, ക്യൂ കോമൺ ആണ്, ഇ ക്രോസ് വി ബി. ഇതാണ് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. ഇനി ഈ രണ്ട് ഫോഴ്സുകളും ഈ അപ്വേർഡും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. ഒന്ന് എഫ് ഇയും എഫ് ബിയും
രണ്ട് ഈക്വൽ ആയിട്ട് വന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഒന്നും അവിടെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ചാർജ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കടന്നു പോകും. ഈ ഒരു പോയിന്റിന് വളരെ യൂസ് ഉണ്ട്. അതായത് കുറേയധികം ചാർജ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് വരികയാണ്. അതിനകത്തുനിന്ന് നമുക്കൊരു പർട്ടിക്കുലർ ചാർജിനെ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈ പറഞ്ഞ കണക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യണം. പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഈ മൂവ് ചെയ്ത് വരുന്ന ചാർജിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ചാർജിനെ മാത്രം പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രം നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിനെ വെലോസിറ്റി സെലക്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അത് ആ വെലോസിറ്റി കൂടെ ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 വന്നു എന്ന് പറഞ്ഞല്ലോ. നെറ്റ് ഫോഴ്സ് 0 വന്നാൽ ഇ മൈനസ് വി ബി അവിടെ 0 വരും. ഈ ഇക്വേഷൻ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇ മൈനസ് വി ബി 0 വരും. ഓർ വി ഇസ് ഇക്വൽ ടു ഇ ബൈ ബി വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ റേഷ്യോ വെലോസിറ്റി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കടന്നുപോകും. അതുകൊണ്ടാണ് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിനെ വെലോസിറ്റി സെലക്ടർ എന്ന് വിളിക്കും. ഒരു പ്രാവശ്യം ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡാഷ് ഈസ് കാൾഡ് എ വെലോസിറ്റി സെലക്ടർ. ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സെർവ് ആസ് എ വെലോസിറ്റി സെലക്ടർ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന സെന്റൻസ്. അപ്പം അങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു ചാർജ് ക്യൂ എന്ന് പറയുന്നത് ക്രോസ്ഡ് എന്ന് പറയാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പ്രോഡക്റ്റ് വരുന്ന എപ്പോഴാണ്? പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ്. അപ്പോൾ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നാണ് അർത്ഥം. ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സ് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആവുകയും ചാർജ് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കടന്നു പോവുകയും ചെയ്യും. This condition can be used to select charged particles of a particular velocity out of a beam containing charges with different velocities. So, crossed electric and magnetic field serve as a velocity selector. അപ്പോൾ സെലക്ട് ചെയ്യുന്ന വെലോസിറ്റി V is equal to E by B. ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ റേഷ്യോയ്ക്ക് തുല്യമായ വെലോസിറ്റി ഉള്ളവരാണ് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കടന്നു പോകുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണിത്. മാസ് സ്പെക്ട്രോമീറ്ററിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. മാസ് സ്പെക്ട്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ E by B വെലോസിറ്റി ഉള്ള അല്ലെങ്കിൽ സ്പീഡുള്ള പാർട്ടിക്കിൾസ് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ക്ലോസ്ഡ് ഫീൽഡിലൂടെ കടന്നു പോകും. ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് ആ കടന്നു പോകുന്ന ആറ്റത്തിൻ്റെ അല്ല അയോണിൻ്റെയൊക്കെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് മാസ് സ്പെക്ട്രോമീറ്റർ. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ മാസ് സ്പെക്ട്രോമീറ്റർ ടു സെപ്പറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, യൂഷ്വലി അയോൺസ്, അക്കോർഡിംഗ് ടു ചാർജ് ടു മാസ് റേഷ്യോ. സൈക്ലോട്രോൺ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈക്ലോട്രോൺ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഉപയോഗമുള്ള ഒരു ഉപകരണമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ, പ്രത്യേകിച്ച് അയോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ, നല്ല സ്പീഡ് കൊടുക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ അയോൺസ് ടു ഹൈ എനർജീസ്. വളരെ ഹൈ എനർജിയിലേക്ക് ചാർജ് ഉള്ള പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാനാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിനും അതുപോലെ ന്യൂട്രോണിന് ചാർജ് ഇല്ലല്ലോ. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ട് മാസ് ഉള്ളതാണ്. റിലേറ്റിവിറ്റി തിയറി ഒക്കെ അവിടെ വരും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇലക്ട്രോണിനെയും ന്യൂട്രോണിനെയും നമുക്കിതിനകത്ത് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് 1934 ഇഒ ലോറൻസും MS ലിവിങ്ടൺ രണ്ട് പേരാണിത് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ ഓർത്തോളം ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. ഇറ്റ് ഈസ് യൂസ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ അയോൺസ് ടു ഹൈ എനർജീസ്. ഇനി അപ്പാരറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പാരറ്റസ് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എപ്പോഴും ഒരു ഉപകരണങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം
അതിൻ്റെ എയിം അല്ലെങ്കിൽ എന്താണ് ഇൻട്രൊഡക്ഷൻ പറയണം. അടുത്തതായിട്ട് അപ്പാരറ്റസ്, അതിൻ്റെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് പറയണം. അപ്പാരറ്റസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ് കേട്ടോ, 2 സെമി സർക്കുലർ ഷേപ്പിലുള്ള മെറ്റാലിക് ബോക്സുകളാണ്. മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സെമി സർക്കുലർ ഷേപ്പിലുള്ള 2 മെറ്റൽ ബോക്സുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇത് ഇംഗ്ലീഷ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡിയുടെ ഷേപ്പ് ആയതുകൊണ്ട് ഇവയെ നമുക്ക് ഡീസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവയെ ഡീസ് എന്നാണ് വിളിക്കുന്നത്. ദാണ്ട് എഴുതിയിട്ടുണ്ട് DEES, ഡീസ് എന്ന് ഇനി വിളിക്കുന്നു. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ്, ഈ 2 മെറ്റാലിക് ബോക്സിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാനായിട്ട് ദാണ്ട് ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഈ പടത്തിൽ കാണിക്കാൻ പറ്റത്തില്ല, കാരണം അത് 3 ഡയമെൻഷണൽ വ്യൂവിൽ കാണാൻ പറ്റും. മുകളിലാണ്, ഈ ബോക്സിന് മുകളിലും താഴെ. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണ് നിങ്ങളുടെ റൗണ്ട് ഷേപ്പിലുള്ള ടിഫിൻ ബോക്സ് വിചാരിക്കുക. ആ ടിഫിൻ ബോക്സ് ആണ് ഈ 2 ഡീസ് എങ്കിൽ അതിൻ്റെ മുകളിലും താഴെയുമായിട്ടാണ് മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് പോൾ വരുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അതല്ലാതെ ആ പ്ലെയിനിൽ ആണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ അപ്പാരറ്റസ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ ഇതിന് നടുക്കായിട്ട് ദാണ്ട് സോഴ്സ് ഓഫ് പ്രോട്ടോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയോണിൻ്റെ സോഴ്സ് നടുക്ക്, കറക്റ്റ് നടുക്ക് എന്താണ് ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, 2 ഡീസിന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന കണക്ക് നമ്മൾ സോഴ്സ് ഓഫ് അയോൺ പ്ലേസ് ചെയ്തിരിക്കും. അപ്പോൾ അപ്പാരറ്റസ് ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടെ പറയാം. ദർ ആർ 2 സെമി സർക്കുലർ ഡിസ്ക് ലൈക്ക് മെറ്റൽ ബോക്സസ് കാൾഡ് ഡീസ്. Electric field is applied using an oscillator. Magnetic field is applied perpendicular to the Ds and also perpendicular to the electric field. A source of ion S is located near the midpoint of the gap between the Ds. അടുത്തതായിട്ട് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിളാണ്. The operation of cyclotron is based on the fact that frequency of revolution of a charged particle is independent of energy. ഇത് നമ്മൾ നേരത്തെ മുൻപത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. ഒരു ക്യൂ ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കുലാർ പാത്തിൽ കറങ്ങുമെന്നും അവിടെയുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് എനർജി എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പം ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ന്യൂ ഈക്വൽസ് QB/2πm, സർക്കുലാർ പാത്തിൽ കറങ്ങുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസി ന്യൂ ഈക്വൽസ് QB/2πm. ഇത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആയതുകൊണ്ട് നമുക്ക് ന്യൂ സി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അവിടെ വെലോസിറ്റി എടുത്തത് എന്താണ്, QVB എന്ന് പറയുന്ന ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ അവിടെ വെലോസിറ്റി എടുത്തത്. QBR equals mv. So velocity equals QBR/m. ഇനി ക്യാപിറ്റൽ R ആണ് ഈ ഓരോ ഡിയുടെയും റേഡിയസ്. അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ എത്തുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിളിന് മാക്സിമം റേഡിയസ് വരും. അപ്പോൾ ആ റേഡിയസിന് ഡിയുടെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ R ആണെങ്കിൽ അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വെലോസിറ്റി എന്ന് വെച്ചാൽ QBR/m ആണ്. ഇതാണ് മാക്സിമം വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള കൈനറ്റിക് എനർജി, ഈ വെലോസിറ്റിയിൽ പുറത്തേക്ക് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന് ലഭിക്കുന്ന കൈനറ്റിക് എനർജി എന്തായിരിക്കും? മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mVmax² ആണ്. Vmax നമുക്കിപ്പോൾ കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 12m × Q² B² R²/m². ഇപ്പോൾ ഒരു m നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 12Q² B² R²/m. ഇതാണ് മാക്സിമം കൈനറ്റിക് എനർജി. ഒരു സൈക്ലോട്രോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് ഇത്. ഇത് സാധാരണ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡിയുടെ റേഡിയസ് എന്നിട്ട് പ്രോട്ടോണിനെയാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്, ഇത്ര മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജും അതുപോലെ മാസും ഇട്ടിട്ട്
ബിക്കും ആറിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയാണ് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പം എന്തൊക്കെയാണ് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ? ഇപ്പോൾ സൈക്ലോട്രോണിൽ നമ്മൾ പറയുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മളിവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ എനർജിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി ന്യൂ സി ഈക്വൽസ് QB/2πm. അതുപോലെ അവിടെ നമ്മൾ കൈനറ്റിക് എനർജി, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വലിയ എനർജി കൊടുത്താണല്ലോ അയോൺസിനെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ആ എനർജി മാക്സിമം കൈനറ്റിക് എനർജി ½ Q²B²R²/m. ഇത്രയാണ് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം നമ്മൾ എന്താണ് സൈക്ലോട്രോൺ എന്ന് പറഞ്ഞു, അതിൻ്റെ അപ്പാരറ്റസ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, പടം വരച്ചു. പടം വൃത്തിയായിട്ട് വരയ്ക്കണം. വരച്ചതിന് ശേഷമാണ് അപ്പാരറ്റസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അതിന് ശേഷം അതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ ആണ്. അപ്പം എങ്ങനെയാണ് ഈ സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നോക്കിക്കേ, നടുക്കിരിക്കുന്ന എസ് എന്ന് പറയുന്ന സോഴ്സ്, ഇപ്പോൾ ഇവിടെ പ്രോട്ടോണിൻ്റെ സോഴ്സാണ്. അതിൽ നിന്നൊരു പ്രോട്ടോൺ ഇത് ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രോട്ടോൺ പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് ഇതാണ്ട് നമ്മളിവിടെ ഹൈ ഫ്രീക്വൻസിയുള്ള വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓസിലേറ്ററാണത്. ഫ്രീക്വൻസി ഇങ്ങനെ അതിന് ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അയോൺ അഥവാ ഈ പ്രോട്ടോൺ ഈ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡി പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ഡിയുടെ അടുത്തേക്ക് ഇത് അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെ ഈ പ്രോട്ടോൺ നേരെ ചെന്ന് നെഗറ്റീവ് ഡിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് കടന്നു കഴിയുമ്പോൾ അത് നമുക്കറിയാം മെറ്റാലിക് ബോക്സ് ആണ്. മെറ്റാലിക് ബോക്സിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് എൻ്റർ ആവത്തില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോട്ടോൺ ചെന്ന് കയറി കഴിയുമ്പോൾ ഡിയിലേക്ക് കാലെടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് പാത്തിൽ കറങ്ങും? സർക്കുലാർ പാത്തിൽ, അല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ചാർജ് സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഇത് അവിടെ നിന്നിങ്ങനെ കറങ്ങി വെളിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ ഈ അയോൺ പുറത്തു വരുന്നത് ആ സമയം തൊട്ടടുത്ത ഡി നെഗറ്റീവ് ആകും. അപ്പോൾ ഇയാൾ നേരെ അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും, അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ അട്രാക്ട് ചെയ്യുമ്പോൾ ഇയാളുടെ വെലോസിറ്റിയും കൂടും. അങ്ങനെ കൂടിയ വെലോസിറ്റിയിൽ ഇയാൾ ഇതിനകത്തേക്ക് കിടക്കും. വെലോസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇയാളുടെ റേഡിയസും കൂടും. അങ്ങനെ വലിയൊരു സർക്കുലർ പാത്തിലൂടെ കറങ്ങിയാൽ വീണ്ടും പുറത്തു വരും. പുറത്തു വരുമ്പോൾ വീണ്ടും അടുത്ത ഡി നെഗറ്റീവ് ആകും. അപ്പോൾ അയാൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇയാൾ അട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് ഇയാളുടെ റേഡിയസ് വലുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കറങ്ങി 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 അവസാനം ലാസ്റ്റ് അതിൻ്റെ പെരിഫറിയിലെത്തും. അവിടെ വരുമ്പോൾ ഇതിന് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകാനുള്ള സംവിധാനമുണ്ട്. അതിലൂടെ ഇത് പുറത്തേക്ക് വരികയും അവിടെ ടാർജറ്റ് വെച്ചിരിക്കും, അതിൽ ചെന്നിടിക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ഇതിനെ എയിം ചെയ്തിട്ടായിരിക്കുമല്ലോ ടാർജറ്റ് വെച്ചിരിക്കും, അതിലേക്ക് ചെന്ന് ബൊമ്പാർഡ് ചെയ്യാനാണ് ഇയാൾക്ക് എനർജി കൊടുക്കുന്നത്. അപ്പോൾ നേരെ അതിലേക്ക് ചെന്നിടിച്ച് ന്യൂക്ലിയർ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് ആ ഭാഗം കടന്നു പോകും. ഇത്രയും ഭാഗം ഇതാണ് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് പറയാം. ദ പോസിറ്റീവ് അയോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി സോഴ്സ് എസ് ഈസ്, നടുക്കുള്ള സോഴ്സ് എസ് is accelerated by a D which is at a negative potential. Due to the magnetic field, the ion moves in a circular path inside the D. The magnetic field and frequency of applied voltage are so chosen that as the ion comes out of one D, the D changes their polarity and the ion is accelerated and moved with a high velocity along a circular path of larger radius. This is continued till the ion reaches the periphery of the D. Then the ions are deflected towards the target. ഇങ്ങനെയാണ് ഒരു സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്കിംഗ് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി അതിൻ്റെ യൂസുകൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു ബൊമ്പാർഡ് ന്യൂക്ലിയർ വിത്ത് എനർജറ്റിക് പാർട്ടിക്കിൾസ് ആൻഡ് സ്റ്റഡി റിസൾട്ടിംഗ് ന്യൂക്ലിയർ റിയാക്ഷൻ. ഒരു ന്യൂക്ലിയസിനെ ബൊമ്പാർഡ് ചെയ്യുക, ന്യൂക്ലിയർ റിയാക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂക്ലിയസിനെ ഹൈ എനർജി പാർട്ടിക്കിൾ കൊണ്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബൊമ്പാർഡ് ചെയ്യിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു ഇംപ്ലാന്റ് അയോൺസ് ഇൻ ടു സോളിഡ് ആൻഡ് മോഡിഫൈ ദർ പ്രോപ്പർട്ടി ടു പ്രൊഡ്യൂസ് ന്യൂ മെറ്റീരിയൽസ്.
അപ്പോൾ അയോൺസ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സോളിഡ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആകെ മാറും. അങ്ങനെ പ്രോപ്പർട്ടി മാറ്റി പുതിയ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത ഫോമിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് സൈക്ലോട്രോൺ ഉപയോഗിച്ച് അയോൺസിനെ ഒരു മെറ്റീരിയലിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് നമുക്കറിയാം, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും അതുപോലുള്ള ചില ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ആണ് ചെയ്യുന്നത്, അല്ല നേരത്തെ അത് റെഡിയാക്കി വെക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നതും സൈക്ലോട്രോണിൻ്റെ സഹായത്തോടെയാണ്. It is used in hospitals to produce radioactive substances which is used in diagnosis and treatment. അപ്പം അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. പിന്നെ ഇനി ഡീമർട്ടി ആദ്യമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, എന്താണ് ഇലക്ട്രോൺസ് അതുപോലെ ന്യൂട്രോൺസും ഇത് ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ്ലെസ് ആണ്, ചാർജ് ഉള്ളതിനെ മാത്രമേ നമുക്ക് ഇവിടെ എന്താണ് ഈ പറഞ്ഞ ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രോണിന് സാധിക്കാത്തത്, ഇലക്ട്രോൺ വളരെ മാസ് കുറഞ്ഞ ഇതായതുകൊണ്ട് റിലേറ്റിവിറ്റി അനുസരിച്ച് ഇനി വേരിയേഷൻ വരും, വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഇതിന് ഒത്തിരി ചേഞ്ചസ് വരും. അതുകൊണ്ട് അതും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സാധാരണ വരുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, വൈ സൈക്ലോട്രോൺ ഈസ് നോട്ട് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് വേണം ആൻസർ കൊടുക്കാൻ. ഇലക്ട്രോൺസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് ബൈ സൈക്ലോട്രോൺസ് ബിക്കോസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് വെരി സ്മാൾ ആൻഡ് എ സ്മാൾ ഇൻക്രീസ് ഇൻ എനർജി ഓഫ് ഇലക്ട്രോൺ മേക്സ് ദ ഇലക്ട്രോൺസ് മൂവ് വിത്ത് ഹൈ സ്പീഡ്. ഒരു ചെറിയ ഒരു ഇൻക്രീസ് പോലും എന്താണ് എനർജിയിൽ ഇൻക്രീസ് പോലും അതിൻ്റെ സ്പീഡ് വളരെയധികം കൂട്ടും. അതുപോലെ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് അപ്രീഷ്യബിൾ ആൻഡ് ഹെൻസ് ഇലക്ട്രോൺസ് കനോട്ട് ബി ആക്സിലറേറ്റഡ്. അപ്പം അതും ഒരെണ്ണമാണ്. അപ്പം ഹൈ വെലോസിറ്റിയിൽ എന്താണ് ഇലക്ട്രോണിൻ്റെ മാസിന് വേരിയേഷൻ വരും. അപ്പോൾ അത് ആ റെസൊണൻസ് കണ്ടീഷനും ചേഞ്ച് വരും. അപ്പം അത്രയും ഹൈ ഫ്രീക്വൻസി നമുക്ക് കൊടുക്കാനും ബുദ്ധിമുട്ട് വരും. അങ്ങനെ പല റീസൺ കൊണ്ട് ഇലക്ട്രോൺസ് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സൈക്ലോട്രോണിൻ്റെ ഓരോന്നും മനസ്സിലായല്ലോ. ആദ്യം എയിം, എന്താണ് സൈക്ലോട്രോൺ, പിന്നെ അപ്പാരറ്റസ് ഡിസ്ക്രിപ്ഷൻ, പ്രിൻസിപ്പിൾ, അതുപോലെ വർക്കിംഗ്, പിന്നെ ഡീമെറിറ്റ്സ്, യൂസ് ആൻഡ് ഡീമെറിറ്റ്സ്.